എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ മുമ്പ് ചെയ്ത mppt അല്ലെങ്കിൽ ഇൻ്റലിജൻറ്റ് സോളാർ ചാർജ് കൺട്രോളറിൻ്റെ LCD ആൻഡ് LED സെക്ഷൻ എങ്ങനെയാണ് അസംബിൾ ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയുടെ ഒരു തുടർഭാഗം തന്നെയാണിത്. ആ വീഡിയോ വളരെ ലെങ്തി ആയതുകൊണ്ടാണ് അതിൽ ഉൾപ്പെടുത്താൻ കഴിയാഞ്ഞത്. അപ്പോൾ ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതായത് സാധാരണ ഇൻവെർട്ടറുകളിൽ വെക്കുന്നതിനേക്കാളും കുറച്ച് ഉപരിയായിട്ടാണ് ഇതിൻ്റെ LCD ഡിസ്പ്ലേ വരുന്നത്. ഇതിൽ LED ഇൻഡിക്കേറ്റർ കൂടി ഉൾപ്പെടുത്തിയത് കൊണ്ട് ഇത്തിരി സമയം കൂടുതൽ എടുക്കുന്നതുകൊണ്ടാണ് അതിൽ നിന്ന് മാറ്റി നിർത്തിയത്. അപ്പോൾ ഈ MPPTയെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് അതിലോട്ടൊന്നും കൂടുതൽ കടക്കുന്നില്ല. ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഈ വീഡിയോയുടെ മുന്നത്തെ ഭാഗങ്ങളായ MPPT എങ്ങനെ അസംബിൾ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോയുടെ 1ഉം 2ഉം ഭാഗങ്ങൾ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണുവാൻ പാടുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഐഡിയ ലഭിക്കുകയുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലോ ഉപകാരപ്രദമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ കാണുന്നതാണ് MPPTയിൽ ഉപയോഗിക്കുന്ന LCD വിത്ത് LED ഇൻഡിക്കേറ്റർ. ഈ LCD ബോർഡിൽ വന്നിരിക്കുന്നത് LCD ഉണ്ട്, 3 LED ഉണ്ട്. അപ്പോൾ ഇതിൽ 3 LEDയിൽ ഗ്രീൻ കളർ, യെല്ലോ കളർ, റെഡ് കളർ വരുന്നത് ഓട്ടോ സോളാർ ആണ്. എപ്പോഴാണോ ലൈവിലോട്ട് പ്രവേശിക്കുന്നത് അപ്പോൾ തെളിയുന്ന ഒരു ലൈറ്റ് ആണ് ഓട്ടോ സോളാർ. യെല്ലോ ചാർജിങ് ആണ്, ട്രിക്കിൾ ചാർജിങ്, അതേപോലെ ഫ്ലോട്ട് ചാർജിങ്, കണ്ടിന്യൂസ് ചാർജിങ്. ഇതിനെല്ലാം ഈ യെല്ലോ ലൈറ്റ് ആണ് തെളിയുന്നത്. ഗ്രീൻ ലൈറ്റ് പാനൽ ഇൻഡിക്കേഷൻ ആണ്, അതായത് സോളാർ എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഇതൊരു 8 പിന്നാണ്. ഇപ്പം എല്ലാം കൂടി ഇതിൽ തന്നെ വന്നിരിക്കുകയാണ്. LCD സിംഗിൾ ലൈൻ ആണ്. നമുക്ക് LCD ഒന്ന് ഊരി നോക്കാം. അപ്പോൾ ഈ LCD ബോർഡിൽ വന്നിരിക്കുന്നത് LCD ആയിട്ട് കണക്ട് ചെയ്യുന്ന ബെർജിൻ ഫീമെയിൽ കണക്ടറാണ്. LCDയിൽ മെയിൽ കണക്ടറുണ്ട്. ഇത് സിംഗിൾ ചിപ്പാണ്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് 8 വയറാണ്. ഇതിൻ്റെ കളർ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബോർഡ് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ലെഫ്റ്റിൽ ബ്ലാക്ക്, ബ്രൗണ്, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്. ഇനി ഇതിൽ വന്നിരിക്കുന്നത് ഒരു 104ന്റെ കപ്പാസിറ്റർ ഉണ്ട്, 15 PF ഉണ്ട്. കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു 2K2 റെസിസ്റ്റർ ഉണ്ട്. പിന്നെ 2 ജമ്പറാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അതേപോലെ LED കണക്ട് ചെയ്യുമ്പോൾ അതൊന്ന് ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടി 2.2 61 വോൾട്ടിന്റെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഉണ്ട്. അതേപോലെ സർക്യൂട്ട് ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടി 47 25 വോൾട്ടിന്റെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഉണ്ട്. കൂടാതെ ഈ LEDയിലോട്ട് പൾസ് കൊടുക്കുന്നതിന് വേണ്ടി 3 1K5 റെസിസ്റ്റർ ആണ് ഇട്ടിരിക്കുന്നത്. ഓരോ LEDക്കും ഓരോ റെസിസ്റ്ററുകൾ. ഇതാണ് ഇതിന്റെ പിൻഭാഗം. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ LED ഇൻഡിക്കേറ്ററുകൾ ഈ ബോർഡിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യഥാസ്ഥാനത്ത് പിടിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ ഇതിൽ നിന്ന് ഇളക്കിയിട്ട് ക്യാബിനറ്റിന്റെ ഏത് വശത്ത് വേണമെങ്കിലും ഈസി ആയിട്ട് പിടിപ്പിക്കാവുന്നതാണ്. ഈ ഒരു ബോർഡിലാണ് നമ്മൾ ഇത് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു ബോർഡിന്റെ ഒരു ഫോട്ടോ കോപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നതാണ് PCB4 LCD ഡിസ്പ്ലേ ഓഫ് MPPT. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ MPPTയുടെ അല്ലെങ്കിൽ എക്സ്ട്രാ ഹെവി ഡ്യൂട്ടി MPPTയുടെ LCD ആൻഡ് LED വരുന്ന PCB ബോർഡാണ്. ഈ ബോർഡിന്റെ ലേഔട്ടാണ് ഈ കാണുന്നത്. സാധാരണ നമ്മളിവിടെ ഉപയോഗിക്കുന്ന PCBയുടെ സെയിം ചിത്രമാണ് ഈ കാണുന്നത്. പക്ഷേ ഇതിൽ യാതൊരുവിധ മെൻഷനും ചെയ്തിട്ടില്ല. ഇതൊരു ബ്ലാങ്ക് ആയിട്ടുള്ള PCB ആണെങ്കിലും ട്രാക്കും പ്രിന്റ് എല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. മെൻഷൻ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിൽ വരുന്ന ഒരു സെക്ഷൻ ഈ ഭാഗത്ത് നിന്ന് തന്നെ നോക്കാം. LED വരുന്ന ഭാഗമാണ് ഇതെല്ലാം. ഈ ഭാഗത്ത് കാണുന്നത് റെഡ് LED ഓട്ടോ സോളാർ ആണ്. എപ്പോഴാണ് MPPT ബാറ്ററി ഫുള്ളാക്കിയ ശേഷം ലൈവിലോട്ട് കടക്കുമ്പോൾ തെളിയുന്ന ഒരു LED ആണ് റെഡ് LED, അതായത് ഓട്ടോ സോളാർ. അടുത്തത് യെല്ലോ LED, അത് ചാർജിങ് സെക്ഷനിൽ വരുന്ന LED ആണ്. രാവിലെ MPPT പാനൽ ഡിറ്റക്ട് ചെയ്ത് വോൾട്ട് വന്നു ആംബിയർ വന്നു തുടങ്ങുമ്പോഴത്തേക്കും ഈ ചാർജ് സെക്ഷൻ ഓൺ ആയി തുടങ്ങും. ജസ്റ്റ് മില്ലി ആംബിയർ വരുമ്പോൾ തന്നെ ഈ യെല്ലോ LED ഓൺ ആവുന്നതാണ്. ഇതിന്റെ താഴെ കാണുന്നത് ഗ്രീൻ LED ആണ്, സോളാർ ആണ്. എപ്പോഴാണ് നമുക്ക് പാനൽ ഡിറ്റക്ട് ചെയ്യുന്നത്, അതായത് വോൾട്ട് പാനലിൽ നിന്ന് കിട്ടി തുടങ്ങുമ്പോൾ ഈ ഗ്രീൻ LED തെളിയുന്നതാണ്. നോർമലി നിങ്ങൾ ആദ്യം തന്നെ അല്ലെങ്കിൽ രാവിലെ തന്നെ MPPTയിൽ കാണുന്ന ലൈറ്റ് ഈ ഗ്രീനും യെല്ലോയും ആയിരിക്കുള്ളൂ. റെഡ് LED ബാറ്ററി ഫുള്ളായ ശേഷം മാത്രമേ ഓട്ടോ സോളാർ സ്വിച്ച് ഓൺ ചെയ്തിട്ട അവസ്ഥയിൽ ഇത് തെളിയുകയുള്ളൂ. പിന്നെ ഈ ഭാഗത്ത് വരുന്ന കണക്ഷൻസ് ആണ്, അതായത് വയറിന്റെ കണക്ഷൻസ് ആണ്. 8 പിൻ വയറാണ് ഇതിൽ വരുന്നത്, RMC വയറാണ്. അതിലിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ കളർ കോഡ് കൊടുക്കണം, എന്നാലേ ഈ LED ബോർഡ്
അല്ലെങ്കിൽ LCD ബോർഡ് വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്ത് കാണുന്ന ഹോളിൽ BK എന്ന് എഴുതിയിരിക്കുന്നത് ബ്ലാക്ക് ആണ്, BR എന്ന് എഴുതിയിരിക്കുന്നത് ബ്രൗൺ ആണ്, RE എന്ന് എഴുതിയിരിക്കുന്നത് റെഡ്, OR എന്ന് എഴുതിയിരിക്കുന്നത് ഓറഞ്ച്, YE എന്ന് എഴുതിയിരിക്കുന്നത് യെല്ലോ, GR എന്ന് എഴുതിയിരിക്കുന്നത് ഗ്രീൻ, BL എന്ന് എഴുതിയിരിക്കുന്നത് ബ്ലൂ, VIO എന്ന് എഴുതിയിരിക്കുന്നത് വയലറ്റ്. അത് ഇത്രയും കണക്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. പിന്നെ ഇതിൽ വരുന്ന ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ് 2 സെക്ഷനിൽ കാണുന്നത്. ഇവിടെ കാണുന്നത് 47 MF 25 വോൾട്ടിന്റെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ്. കൂടാതെ ഇവിടെ ഒരു ഡിസ്ക് കപ്പാസിറ്റർ വരുന്നുണ്ട് 104, പിന്നെ ഒരു PF വരുന്നുണ്ട് 15 ആണ്. പിന്നെ ഇവിടെ വരുന്നത് 2.2 MF 61 വോൾട്ടിന്റെ 3 കപ്പാസിറ്റർ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഭാഗം ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്, തിരിഞ്ഞു പോകാതെ തന്നെ ഇടുക. കൂടാതെ 4 റെസിസ്റ്ററുകളാണ് ഇതിൽ വരുന്നത്. 1K5 3 വരുന്നുണ്ട്, 2K2 1 വരുന്നുണ്ട്, ഒരു ജമ്പർ ഇതിൽ വരുന്നുണ്ട്. ഇവിടെ കാണുന്നത് ബെർജിങ് കണക്ടറാണ്, അതായത് LCDയിലോട്ട് പോകുന്ന കണക്ഷൻസ് ആണ്. ഇനി ഇതിൻ്റെ പാർട്സ് ലിസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. പാർട്സ് ഫോർ LCD ആൻഡ് LED ഡിസ്പ്ലേ ഓഫ് MPPT. റെസിസ്റ്ററുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. MFR റെസിസ്റ്റർ 2K2 ക്വാർട്ടർ വാട്ട് 1K5 3 ഇതിലിപ്പോൾ 1 മാർക്ക് ചെയ്തിട്ടുള്ളൂ. അടുത്തായിട്ട് വരുന്നത് LED ആണ്. റെഡ്, യെല്ലോ, ഗ്രീൻ ഒരെണ്ണ വെച്ചാണ്. ഡിസ്പ്ലേ സിംഗിൾ ചിപ്പ് 1, ബെർജ് കണക്ടർ ഒരു സെറ്റ്, 8 പിൻ RMC കണക്ടർ ഒരു സെറ്റ്, അത് വയറും അതിൻ്റെ ഫീമെയിൽ വിത്ത് മെയിൽ സോക്കറ്റും കൂടി ഇറങ്ങിയതാണ് ഒരു സെറ്റ്. കപ്പാസിറ്റേഴ്സ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് 2.2 61 വോൾട്ട് 3, 47 25 വോൾട്ട് 1, ഡിസ്ക് കപ്പാസിറ്റർ 104 1, 15 VF 1. നിസ്സാര ഐറ്റം മതി ഇത് നമുക്ക് ചെയ്തെടുക്കുവാനായിട്ട്.
നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഫെറൈറ്റ് കോർ. ഇവിടുന്ന് ഇങ്ങനെയുള്ള നീളം 4.5 സെന്റിമീറ്റർ ആണ്. അതേപോലെ ഇതിന്റെ തിക്നെസ് 2 സെന്റിമീറ്റർ. ഈ ഒരു കോറിലാണ് ചെയ്യേണ്ടത്. കോറ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് ഏതായാലും മെഷർമെന്റ് ഇത്രയും മതി. ഇതിന്റെ വാല്യൂ നിങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു. KS 184026A 6S1150X. പൊതുവെ KSന്റെ കോറ് എല്ലായിടത്തും കിട്ടാറുണ്ട്. അപ്പൊ കോർ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഏകദേശം നല്ലൊരു വില വരുന്ന കോറായതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. താഴത്ത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില്ല് പൊട്ടുന്ന മാതിരി കംപ്ലീറ്റ് ഉടഞ്ഞു പോകുന്നതാണ്. ഇവിടുന്ന് ഈ ഭാഗത്തുനിന്നുള്ള നീളമാണ് 4.5 സെന്റിമീറ്റർ. ഇങ്ങനെയുള്ള കനമാണ് 2 സെന്റിമീറ്റർ. അപ്പോൾ കോർ എടുക്കുമ്പോൾ ഏകദേശം ഈ വലിപ്പമുള്ള കോർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ കാണുന്നതാണ് HT കണക്ട്. ഇത് രണ്ടും HT കണക്ടറാണ്. ഇത് 60 ആംപിയർ കൊടുക്കാനുള്ളതാണ്. ഇത് 50 ആംപിയർ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഇത് 20 ആംപിയർ, 30 ആംപിയർ, 40 ആംപിയർ, 50 ആംപിയർ. 50 ആംപിയർ വേണമെങ്കിൽ നമുക്ക് ഇതിൽ കൂടി കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം ഇതിനേക്കാളും കുറച്ച് എക്സ്ട്രാ ഹെവിയാണ് ഈ ഒരു കണക്ടർ. ഇതിന്റെ കണക്ടിങ് ടെർമിനലുകളെല്ലാം വളരെ കട്ടിയുള്ളതാണ്. 60 ആമ്പ് HT6. അതായത് HT6 എന്ന് പറയുന്നത് 6 വേ ആണ് ഉള്ളത്. HT6 എന്ന് പറയുന്നത് 6 വയറുകൾ കണക്ട് ചെയ്യുന്നതിനായിട്ടുള്ളതാണ്. 1 2 3 4 5 6 വയറുകൾ. ഈ സൈഡിലാണ് ബോർഡിൽ നിന്നും വരുന്ന കണക്ഷനുകൾ കൊടുക്കേണ്ടത്. 6 വയറുകളാണ് കൊടുക്കേണ്ടത്. ഇത് നമുക്ക് പുറത്തോട്ട് എടുക്കുവാനുള്ളതാണ്. ഇതും സെയിം തന്നെയാണ്. 1 2 3 4 5 6. ഇതിന്റെ കണക്ടർ ടെർമിനലുകൾ കുറച്ച് ചെറുതാണ്. കാരണം 30 ആംപിയർ ആണ് പറയുന്നതെങ്കിലും 30 കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 60 ആംപിയർ ആണ്. ഇതിനിടയിലുള്ള ഒരു ആംപിയർ ഇവിടെ ലഭ്യമല്ല. ഉണ്ടോ ഇല്ല എന്നുള്ളത് തീർച്ചയായും അല്ല. ഇപ്പോൾ എഴുതിയിരിക്കുന്നത് 30 ആമ്പ്, ബാക്കി ബ്രാൻഡ് നെയിം മേക്കുമാണ് എഴുതിയിരിക്കുന്നത്. ഈ വശത്താണ് ഇതിന്റെ 2 സ്ക്രൂ വരുന്നത്. ഇനി ഇതിൽ വരുന്ന കണക്ഷനുകളൊന്ന് നോക്കാം. ഈ 2 അറ്റത്ത് കാണുന്നത് 2 വയറാണ്. ഈ 2 വയറിൽ ആദ്യം കാണുന്നത് ഫേസ് ഇൻ ആണ്. അതിന്റെ തൊട്ടടുത്ത് കാണുന്നത് ഫേസ് ഔട്ട്. പിന്നെ ഈ അറ്റത്ത് കാണുന്ന വയർ പാനൽ നെഗറ്റീവ് ആണ്. അടുത്ത വയർ, അതായത് രണ്ടാമത്തെ വയർ പാനൽ പോസിറ്റീവ്. പിന്നെ അതിനടുത്ത് കാണുന്നത് ബാറ്ററി പോസിറ്റീവ് ആണ്. അതിന്റെ തൊട്ടടുത്ത് കാണുന്നത് ബാറ്ററി നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവിനും 2 വയറുകളാണ് ബോർഡിൽ നിന്ന് വരുന്നത്. നെഗറ്റീവ് ആണ് നമ്മളിവിടെ സ്വിച്ച് ചെയ്യുന്നത്. ഇപ്പൊ നെഗറ്റീവിന് ബോർഡിൽ നിന്ന് കൊടുക്കാനുള്ള വയറാണിത്. 2 വയർ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ ബോർഡിൽ കണക്ട് ചെയ്യുന്ന മാതിരിയുള്ള കട്ടിയുള്ള വയർ തന്നെ ഉപയോഗിക്കുക. 10 സ്ക്വയർ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ 10 സ്ക്വയർ ഉപയോഗിക്കുക. ഞാനിത് 6 സ്ക്വയർ വയറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ പോസിറ്റീവിലോട്ട് കൊടുക്കാനുള്ള 2 വയറുകളാണ് ഇത്. ഒരെണ്ണം 10 സ്ക്വയറും ഒരെണ്ണം 6 സ്ക്വയറുമാണ്. ഇതിന്റെ അറ്റത്ത് രണ്ടും കൂടി ബന്ധിപ്പിച്ച് ഒരു ടാഗ് ഇട്ടിട്ടുണ്ട്. ഇത് പോസിറ്റീവ് സൈഡിലെ ഹീറ്റ് സിങ്കിലോട്ട് കണക്ട് ചെയ്യാനുള്ളതാണ്. ഇൻവെർട്ടറിലെ ഹീറ്റ് സിങ്കിൽ കണക്ട് ചെയ്യുന്ന മാതിരി തന്നെ കണക്ട് ചെയ്യുന്നതാണ്. രണ്ടും ഒരു ലൈൻ ആയതുകൊണ്ട് തന്നെയാണ് രണ്ടും കൂടി ഒരുമിച്ച് ടാഗ് ചെയ്ത് സ്ലീവ് അടിച്ചിരിക്കുന്നത്. ഇതിന്റെ അറ്റത്തെല്ലാം സോൾഡർ ഇട്ടിട്ട് വയറുകൾ കണക്ടറിൽ കണക്ട് ചെയ്യാവുന്ന മാതിരി തന്നെ ചെയ്യുക. ഇല്ലെങ്കിൽ ഷ്രിങ്കുകളെല്ലാം പൊട്ടിപ്പോകുന്നതാണ്. അതേപോലെ ഈ കാണുന്ന 2 4 സ്ക്വയർ വയറാണ്. ഇതാണ് നമ്മൾ ഈ അറ്റത്തെ കൺട്രോൾ അല്ലെങ്കിൽ ഫേസ് ഇൻ ഫേസ് ഔട്ടിൽ കൊടുക്കുന്നത്. റിലേയിലോട്ട് പോകുന്ന വയറാണ്. റിലേയിലെ അറ്റത്ത് കൊടുക്കാനുള്ള ടാഗുകളാണ് ഇട്ടിരിക്കുന്നത്. ഇൻസേർട്ട് ചെയ്താൽ മതിയാവും. ഇത് ഈ കണക്ടറിൽ കൊടുക്കുന്നതിനുള്ള വയറുകളാണ്. പിന്നെ ഒരു പീസ് വയറുകൾ ബോർഡിൽ നിന്നും ഡ്രെയിനിലോട്ട് കൊടുക്കാനാണ്, അതായത് ഹീറ്റ് സിങ്കിലോട്ട് കൊടുക്കാനുള്ള കണക്ഷനാണിത്. ഇത്രയാണ് ബോർഡിലോട്ട് കൊടുക്കാനുള്ളത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത mppt-യുടെ LCD ആൻഡ് LED ഡിസ്പ്ലേ ബോർഡ് അസംബിൾ ചെയ്തെടുക്കുന്നത്. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി. നമസ്കാരം.